പറക്കും പാലവും സുപ്രു എന്ന സ്കൂട്ടറും. ഇത്തവണ നമ്മുടെ താരം സുപ്രു എന്ന നീല സ്കൂട്ടറാണേ. സുപ്രുവിന് ഒരു പ്രത്യേകതയുണ്ട്. അവൻ ഒരിടത്ത് അടങ്ങിയിരിക്കാൻ കഴിയില്ല. എപ്പോഴും സും സും എന്ന് പറഞ്ഞോടിക്കൊണ്ടിരിക്കും. കുറച്ചു കാലം മുൻപ് അവരുടെ നാട്ടിലെ വലിയ മലകൾക്കിടയിൽ ഒരു പുതിയ തൂക്കുപാലം വന്നിരുന്നു. ഈ പാലം വളരെ വീതി കുറഞ്ഞതും കാറ്റത്ത് ആടുന്നതുമായിരുന്നേ. അതുകൊണ്ട് തന്നെ വലിയ വണ്ടികളൊന്നും അതിൽ പൊതുവെ കയറാറില്ല. പക്ഷെ നമ്മുടെ സുപ്രു സ്കൂട്ടർ എന്നും ഈ പാലത്തിന്റെ അരികിൽ വന്ന് നിൽക്കും. എനിക്ക് ഈ പാലത്തിലൂടെ ഒന്ന് ഓടണം, സുപ്രു പറയും. പക്ഷെ റിയോ ഓട്ടോറിക്ഷ പറയും, അയ്യോ വേണ്ട സുപ്രു, അത് വലിയ താഴ്ചയുള്ള സ്ഥലാ, കാറ്റടിച്ചാ നീ മറിഞ്ഞു പോവില്ലേ. ചിങ്കു JCB തന്റെ വലിയ കൈകൾ കൊണ്ട് സുപ്രുവിനെ തടയും. സുപ്രുവിനപ്പ വിഷമാകും. ഞാൻ വേറൊരു ചെറിയ സ്കൂട്ടറാണെന്ന് എല്ലാരും വിചാരിക്കുന്നുണ്ടാവും, അതാ എന്നെ തടയുന്നേ, അവൻ കരുതും. ഒരു ദിവസം വൈകുന്നേരം ഗ്രാമത്തിലെ പോസ്റ്റ്മാൻ അമ്മാവൻ തന്റെ സൈക്കിളിൽ കുന്നിൻ മുകളിലേക്ക് പോവായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യില് ഗ്രാമത്തിലെ എല്ലാവർക്കും ഉള്ള പ്രധാനപ്പെട്ട കത്തുകളും പാഴ്സലുകളും ഒക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്നാ കനത്ത കാറ്റടിച്ചതും പാലത്തിന്റെ ഒരു വശത്തെ കയറ് പൊട്ടിയതും. പോസ്റ്റ്മാൻ അമ്മാവൻ പാലത്തിന്റെ നടുവിൽ കുടുങ്ങിപ്പോയി. അദ്ദേഹത്തിന് സൈക്കിൾ ചവിട്ടാൻ പറ്റുന്നില്ല. പാലം ഭയങ്കരമായിട്ട് ആടുക. താഴെ വലിയ അരുവിയാണേ. അയ്യോ, റിയോ ഓട്ടോറിക്ഷ അപ്പോഴേക്ക് ഓടി വന്നു. പക്ഷെ 3 ചക്രമുള്ള റിയോയ്ക്ക് ആടുന്ന പാലത്തില് ബാലൻസ് കിട്ടില്ലല്ലോ. ചിങ്കു JCBക്ക് പാലത്തിൽ കയറാൻ വലുപ്പം കൂടുതലാ. എല്ലാരും പേടിച്ചു നിൽക്കുമ്പോ സൂപ്പർ സ്കൂട്ടർ മുന്നോട്ട് വന്നു. ഞാൻ പോകാം, എനിക്ക് 2 ചക്രേ ഉള്ളൂ, എനിക്ക് ആ പാലത്തിന്റെ നേരത്തെ കമ്പിയിലൂടെ പോലും ബാലൻസ് ചെയ്ത് പോവാൻ പറ്റും, സുപ്രു ധൈര്യത്തോടെ പറഞ്ഞു. സുപ്രു പതുക്കെ പാലത്തിലേക്ക് കയറിയേ. കാറ്റ് വീശിയപ്പോ സുപ്രു തന്റെ വശങ്ങളിലേക്ക് ചെരിഞ്ഞ് ബാലൻസ് ചെയ്തു. പാലം ആടിയപ്പോ അവൻ തന്റെ വേഗത കൂട്ടി പെട്ടെന്ന് മുന്നോട്ട് നീങ്ങി. അവൻ പോസ്റ്റ്മാൻ അമ്മാവന്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, അമ്മാവാ പേടിക്കണ്ടോ, എന്റെ പിന്നിൽ മുറുകെ പിടിച്ചിരുന്നോളൂ. അമ്മാവൻ തന്റെ കത്തുകളുടെ ബാഗും എടുത്ത് സുപ്രുവിന്റെ പിന്നിൽ കയറി. തിരികെ വരുമ്പോ പാലം കൂടുതൽ ആടാൻ തുടങ്ങി. താഴെ നോക്കിയാ തല കറങ്ങുന്ന താഴ്ച. പക്ഷെ സുപ്രു പേടിച്ചില്ല. അവൻ തന്റെ 2 ചക്രങ്ങളും ഒരേ വരിയിൽ ഉറപ്പിച്ചു നിർത്തി. ഒരു സർക്കസ് താരത്തെ പോലെ മനോഹരമായി കരയിലെത്തി. കരയിലെത്തിയതും റിയോയും ചിങ്കുവും സന്തോഷം കൊണ്ട് ഹോണടിച്ചു. പോസ്റ്റ്മാൻ അമ്മാവൻ സുപ്രുവിന്റെ തലയിൽ തഴുകിയിട്ട് പറഞ്ഞു, നീ ഇല്ലായിരുന്നെങ്കിൽ എന്റെ കത്തുകളെല്ലാം അരുവി പോയേനെ, ഞാനും അപകടത്തിലായേനെ. അന്ന് രാത്രി ഗ്രാമവാസികൾ സുപ്രുവിന് ഒരു പ്രത്യേക സമ്മാനം നൽകി. സാധാരണ ഹോണിന് പകരം സംഗീതം പൊഴിക്കുന്ന ഒരു മ്യൂസിക്കൽ ഹോൺ. കൂടെ അവന്റെ നീല നിറത്തിന് ചേരുന്ന മിന്നിത്തിളങ്ങുന്ന LED ലൈറ്റുകളും. പിറ്റേന്ന് മുതൽ സുപ്രു ഗ്രാമത്തിലൂടെ പോകുമ്പോ വെറും പീപ് 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 അല്ല കേൾക്ക, മനോഹരമായൊരു പാട്ടാ. റിയോയും ചിങ്കുവും അവനെ കാണുമ്പോ ബഹുമാനത്തോടെ സൈഡൊക്കെ കൊടുക്കും. ഇപ്പൊ സുപ്രുവിനറിയാം, ചിലപ്പോൾ വീതി കുറഞ്ഞ വഴികളിലൂടെയും ആടുന്ന പാലങ്ങളിലൂടെയും ലക്ഷ്യസ്ഥാനത്തെത്താൻ 2 ചക്രമുള്ള ഒരു സ്കൂട്ടറിന് മാത്രമേ കഴിയുള്ളൂ. എല്ലാവർക്കും അവരവരുടേതായ പ്രസക്തിയുണ്ട്. അത് കണ്ടെത്തിയാ മതിയല്ലേ? കഥ ഇഷ്ടായോ?